ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിരുക്കുറളിൻ്റെ 84-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ അധ്യായങ്ങൾക്കും അതിൻ്റേതായ കൃത്യമായ അർത്ഥവും അത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ശ്രമം തന്നെയാണ് തിരുക്കുറളിനെ കൃത്യമായിട്ട് ആഴത്തിൽ അറിയുക എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ അധികാരം 54 മറവിയില്ലായ്മ, സംസർഗം, സമ്പർക്കം, നോൺ ഫർഗെറ്റിംഗ്. ഈ വിഷയമാണിന്ന്. എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മളെ നയിക്കുന്ന മോഹൻദാസ് സാറിനെയും അതുപോലെ തന്നെ അവൻ ടീച്ചറെയും കൂടെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മോഹൻദാസ് സാർ. ഓക്കെ, ഇവിടെ അധികാരം 54 തമിഴിൽ പറയുന്നത് പൊച്ചാവാമൈ എന്നാണ്. ശരിക്കും അതിന്റെ അർത്ഥം പറയുന്നത് മറവിയില്ലാമെന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഒരാളുടെ കർത്തവ്യങ്ങളിൽ മേലുള്ള മറവിയാണ്. അദ്ദേഹം ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട് ഓരോരുത്തർക്കുണ്ട്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ രാജാവിന്റെ കടമകളുണ്ട്. രാജ്യത്തിന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക, അവരുടെ ക്ഷേമം നോക്കുക, കൃഷി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ധാന്യ സമ്പത്തൊക്കെ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഓരോ മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു ചുമതലകളുണ്ട്. ആ ചുമതലകള് വേറെ പല കാര്യങ്ങളും കൊണ്ടങ്ങ് മറന്നു പോവുക. അതെന്ന് പറഞ്ഞാല് മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയോ അതൊക്കെ ഒന്ന് വിസ്മരിച്ചു പോകുന്നതിനെയാണ് ഇവിടെ പൊച്ചാവാമ എന്ന് പറഞ്ഞുള്ള പുതിയൊരു വാക്കാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത്. കർത്തവ്യങ്ങളിൽ മേലുള്ള മറവി. സൗന്ദര്യം, സമ്പത്ത്, സാമർത്ഥ്യം, വിജയം എന്നിവയിൽ സ്വയം മറന്ന് ആഹ്ലാദിക്കുന്നത് യുക്തമല്ല. സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരവസ്ഥ അതുമൂലം വന്നുകൂടുകയില്ല. ചെയ്തു തീർക്കാനുള്ള അടുത്ത കടമകൾ അനാഥമായി കിടന്നേക്കാം. അതിനാൽ എത്ര വലിയ സന്തോഷത്തിലും മറവിയില്ലായ്മ എന്ന ഗുണം പുലർത്തേണ്ടതാകുന്നു. ജാഗരൂകത, ശ്രദ്ധ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ മറവിയില്ലായ്മ ജീവിത വിജയത്തിന് തുലവും അനുഭേഷണീയമാവുന്നു എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അല്ല, ആദ്യത്തെ 531 ഇറந்த വെകുളിയിലെ പിറந்த ഉവകെ മകിഴ്ചിയർ സോറ്. ഇവിടെ ഇറന്ത സാധാരണ ഇറന്ത എന്ന് പറഞ്ഞാൽ ഇറപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മരണമാണ്. ഇവിടെ ഇറന്ത എന്ന് പറഞ്ഞാല് സാധാരണ ഉള്ളവനേക്കാൾ അതിര് കവിഞ്ഞ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്പം ഇവിടെ ആദ്യത്തെ വാക്ക് ഞാൻ എടുക്കുന്നത് ഒന്നാമത്തെ വരിയിലെ അവസാനത്താണ്. പിറந்த ഉവകൈ. രണ്ടാമത്തത് മകിഴ്ചിയിൽ. മൂന്നാമത്തത് ചോറ്. അതായത് ചിറந்த ഉവകൈ അതിര് കടന്ന ആഹ്ലാദം, മകിഴ്ചിയാൽ അതിന്റെ സന്തോഷ പ്രകടനങ്ങളാൽ വരുത്തിവെക്കുന്ന ചോർവ്, ശ്രദ്ധക്കുറവ്. ഇറந்த വെകുളിയൻ. ഇറந்த എന്ന് പറയുമ്പം അമിതമായ കോപം വരുത്തിവെക്കുന്ന വിനയേക്കാളും തീരെ തിന്മയുള്ളതാകുന്നു. അതായത് ഒന്നുകൂടി പറയണമെങ്കിൽ അതിര് കടന്ന ആഹ്ലാദം, സന്തോഷ പ്രകടനങ്ങൾ വരുത്തിവെക്കുന്ന മറവി, അമിതമായ കോപം വരുത്തിവെക്കുന്ന വിനയേക്കാളും തിന്മയുള്ളതാകുന്നു. ജോഷി സാറ്. ഓക്കെ, ചാപ്റ്റർ 54 നോൺ ഫോർഗെറ്റിംഗ്. പൊച്ചാവാമൈ. ഒരുപക്ഷെ ഇംഗ്ലീഷിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ഇതിന്റെ ആ വിവരണം കേൾക്കുമ്പോൾ എന്നെനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിൽ അത് മറവിയില്ലായ്മയെന്നും ബന്ധിയന സമ്പർക്കമെന്നും ഒക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളത് ഒറ്റപ്പെട്ട ആ ഒരു പദം എടുത്താൽ അതിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ അല്ല. നമ്മള് വേണ്ടപ്പെട്ടവരെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ
യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. അലംഭാവം, മറവി, അവജ്ഞ എന്നിവ ഒഴിവാക്കുക. സന്തോഷകരമായ ഒരു നിമിഷം ആസ്വദിക്കുമ്പോൾ അലസതയും അഹങ്കാരവും കാണിക്കുന്നത് അമിത കോപത്തെക്കാൾ ദോഷകരമാണ്. അലംഭാവം, മടി, അവജ്ഞ എന്നിവ ഒരാളുടെ പ്രശസ്തിയെ തന്നെ ഇല്ലാതാക്കുന്നു. അതായത് യാചിച്ച് തിന്നുന്നത് ഒരാളുടെ മഹത്വത്തെ ഇല്ലാതാക്കുന്നത് പോലെ എന്നാണ് ഈ കവി പറയുന്നത്. ലജ്ജാശീലരും അലസരും പരിഹാസികളുമായവർക്ക് പ്രശസ്തിയില്ല. എല്ലാ മേഖലകളിലെയും വിശ്വാസങ്ങളിലെയും പണ്ഡിതന്മാർ ഇതിനോട് യോജിക്കുന്നു. ഭയപ്പെടുന്നവർക്ക് ഒരു കോട്ടയും പ്രാപ്യമല്ല. ഇനി ഒന്നും നേടാനില്ല എന്ന ചിന്താഗതിക്കാരും മടിയന്മാരും പരിഹാസികളും അഹങ്കാരികളുമായവർക്ക് ഒരു നന്മയും സംഭവിക്കില്ല. പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാത്തവൻ പിന്നീട് തന്റെ വീഴ്ചകളിൽ വലിയ ദുഃഖം കാണിക്കും. ഇനിയും നമ്മൾ 531 ഖുർആനിലേക്ക് മാത്രമായി ചിന്തിച്ചാൽ, ഇറന്ത വെകുളിയിൽ തീരെ ചിറന്ത വൈകൈ മകിഴ്ചയിൽ ചോർവും. അമിത കോപത്തേക്കാൾ ദൂഷ്യമാ മളവറ്റ് പെരുകുമാഹ്ലാദത്തിൽ മറവി. അമിതമായ ആനന്ദത്തിൽ നിന്നുത്ഭവിക്കുന്ന മറവി മൂലമുള്ള മടി അതിരറ്റ കോപത്തേക്കാൾ അപകടകരമാണ്. അതിമോദത്താൽ ഉണ്ടാകും വിസ്മൃതി കാരണത്താലെ വീഴ്ചകൾ സംഭവിച്ചിടിൽ കോപത്തേക്കാൾ വിനാശമാം. ഓവർ. Thank you, sir. Chapter 54, Non-Forgetting, Pochavammai. Tiruvalluvar feels the forgetting due to great joy would lead to bad results, in spite of all other aspects mentioned before being positive. Chapter 54 of the Tirukural, titled Non-Forgetting or Avoiding Forgetfulness, focuses on the importance of remembering and practicing virtue, and warns against the dangers of becoming complacent or forgetting one's duties. It emphasizes that true wisdom lies not just in knowledge, but in the consistent application of that knowledge through virtuous actions. Chapter 54 of the Tirukural stresses the vital role of retention and constant recall in a person's life. It is not enough to simply acquire knowledge or experience. One must actively remember and apply it. We can see a proverb: a short memory means long trouble. This proverb perfectly encapsulates the message of Tirukural, chapter 54. If you have a short memory for important lessons, duties, or past mistakes, you are bound to face repeated difficulties and consequences. The chapter advocates for a long memory for what's beneficial and necessary to avoid persistent problems. Sacred Quran 531. Laziness due to oblivion emanating from excessive pleasure is perilous than boundless rage. Tiruvalluvar highlights a subtle but potent danger here. While uncontrolled anger, boundless rage, is clearly destructive, it is often easily recognizable and its negative consequences are immediate. However, the forgetfulness that stems from being overly absorbed in pleasure, happiness, or success, insidious
success insidious. It leads to neglecting duties, forgetting important lessons, becoming complacent, and ultimately a slow but sure downfall. This laziness due to oblivion, sorvu in Tamil, meaning weariness, slackness, or forgetfulness, is considered worse because it often goes unnoticed until significant damage is done. The forgetfulness arising from excessive joy or pleasure is more detrimental than boundless rage. Thank you, sir. ഖുറാൻ 532. ഇവിടെയാണ് പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ആ വാക്ക് പിന്നെ കവി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. பொச்சாப்பு கொல்லும் புகழை அறிவினை நிச்ச நிரப்பு கொன்றாங்கு. நாள்தோறும் விடாமல் வரும் வறுமை அறிவை கொல்வது போல ഒരുവന്റെ പുകഴை അവന്റെ മറതി കൊണ്ടുവിടും. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നുള്ള ആ മറവി ഏതിനെ പോലെന്ന് വെച്ചാല് ദിവസവും ദാരിദ്ര്യം എന്ന് പറഞ്ഞ് ആ ദാരിദ്ര്യം തന്നെ അയാളുടെ അറിവിനെ മങ്ങലേൽപ്പിക്കുന്നത് പോലെ ആണ് എന്ന് ഉള്ളൊരു സാരാംശത്തിൽ കവി പറയുന്നുണ്ട്. ഖുറാൻ വായിക്കുകയാണ്. പൊച്ചാപ്പ് കൊല്ലും പുകഴை അറിവിനെ നിച്ച നിരപ്പ് കൊൻറാങ്ക്. ആദ്യത്തെ വാക്ക് പൊച്ചാപ്പ്, എന്നിട്ട് മൂന്നാമത്തെ വാക്ക് പുകഴை. അപ്പൊ പൊച്ചാപ്പ് പുകഴை കൊല്ലും. കർത്തവ്യങ്ങളിൽ മേലുള്ള മറവി ഒരുവന്റെ പ്രശസ്തിയെ നശിപ്പിച്ച് കളയുന്നു. അടുത്തത് നിത്യനിരപ്പ്, നിത്യമായ ദാരിദ്ര്യം അറിവിനെ, ജ്ഞാനത്തെ അല്ലെങ്കിൽ പാണ്ഡിത്യത്തെ കൊൻറാങ്ക് നശിപ്പിക്കുന്നത് പോലെ. എത്രമാത്രം അറിവുള്ള ഒരുവനായിരുന്നാലും ശരി, നിത്യ ദാരിദ്ര്യം കൊണ്ട് അവൻ പൊറുതി മുട്ടുകയാണെങ്കിൽ അന്നന്നത്തെ അന്നം തേടിയുള്ള അലച്ചിലും അതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന വിലക്കുറവും അവഗണനയും അനുഭവിക്കേണ്ടി വരുന്ന മനസ്താപവും എല്ലാം കൊണ്ട് അവന്റെ അറിവ് പ്രകാശം കുറഞ്ഞ് മന്ദീഭവിച്ചു പോകുന്നു. ദാരിദ്ര്യ നിവർത്തിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിനിടയിൽ ഉള്ള അറിവ് വർദ്ധിപ്പിക്കാനുള്ള സ്വാസ്ഥ്യം അവന് ഉണ്ടാകുന്നുമില്ല. അങ്ങനെ സ്വാഭാവികമായും അത് നശിക്കുന്നു. അതുപോലെയാണ് പ്രശസ്തിയുടെ കാര്യവും. ആലസ്യവും ഉദാസീനതയും ഒക്കെ കൊണ്ടുള്ള മറവി പ്രശസ്തിയും നശിപ്പിക്കും. വിളക്കിലെ തിരി നീട്ടാൻ മറക്കുന്നത് പോലെ പ്രശസ്തിയുടെ പ്രകാശം വർദ്ധിപ്പിക്കാനും നിലനിർത്താനും കർത്തവ്യങ്ങൾ യഥാസമയം ചെയ്യാൻ മറന്നുകൂടാ. ഉത്സാഹിക്കുന്നവനെ മാത്രമേ ഐശ്വര്യം തേടി വരികയുള്ളൂ. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, അർത്ഥപ്രകരണം, രാജധർമ്മം, അധികാരം 54. പൊച്ചാവാമൈ, മറവിയില്ലായ്മ. കുറൾ 532. പൊച്ചാപ്പു കൊല്ലും പുകഴை അറിവിനയനയിച്ച നിരപ്പു കൊൻറാങ്കു. മറവി കെടുപ്പു പുകഴിനെ ജ്ഞാനത്തെ മാറാത്ത ദാരിദ്ര്യം പോലെ. ദൈനംദിന ജീവിതം മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ മറന്നുപോകുന്ന അവസ്ഥ വളരെ ദയനീയം തന്നെ. ഏതൊരു ആഹ്ലാദത്തിനും ചില അതിർവരമ്പുകൾ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെ. സമ്പത്ത് അധികമാകുമ്പോഴോ തന്റെ സാമർഥ്യത്താൽ ഏതെങ്കിലും കാര്യങ്ങളിൽ വിജയിക്കുമ്പോഴോ അത്യാഹ്ലാദം യുക്തമല്ല. എപ്പോഴും തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് സ്വയം മറന്ന് ആഹ്ലാദിക്കുന്നതിനോ മറവിയിലേക്ക് ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധിക്കാതെ അനാഥമാക്കുവാനോ കഴിയില്ല. നല്ല അറിവുള്ള ഒരുവനായിരുന്നാലും ശരി, നിത്യദാരിദ്ര്യം കൊണ്ടവൻ വിഷമിക്കുന്ന ഓരോ ദിവസത്തെയും ആഹാരം തേടിയുള്ള പരക്കം പാച്ചിലും നിമിത്തം അവന്റെ അറിവിന് സമൂഹം വില നൽകാത്തൊരവസ്ഥയുണ്ടാകുന്നു. അറിവുള്ള ആളായിരുന്നു, എന്നാൽ അയാൾക്ക് ദാരിദ്ര്യം നിമിത്തം അയാൾക്ക് അയാളുടെ അറിവിനെ പ്രകാശിപ്പിക്കാനുള്ള
കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ സമൂഹത്തിൽ വിലയില്ലാത്തവനായി മാറുന്നു എന്ന് സാരം. അയാളിലെ ജ്ഞാനം പ്രകാശം കുറഞ്ഞ് ഘനീഭവിച്ചു പോകുന്നു, മന്ദീഭവിച്ചു പോകുന്നു. അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നതിന് നെട്ടോട്ടമോടുന്ന അവസ്ഥയിൽ തന്റെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. കാലക്രമത്തിൽ അവനിലെ ഉണ്ടായിരുന്ന ഗുണം കൂടി നശിക്കുന്നു. അതുപോലെ തന്നെയാണ് യശസ്സിന്റെ കാര്യത്തിലും. ആലസ്യവും അലസതയും ഒക്കെ കൊണ്ടുള്ള മറവി പ്രശസ്തിയെയും നശിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ യഥാസമയം ചെയ്യാൻ മറന്നുകൂടാ. ചുറുചുറുക്കും സ്ഥിരോത്സാഹിയെയും ഐശ്വര്യം തേടിയെത്തുന്നു. നിത്യമായ ദാരിദ്ര്യം അറിവിനെ വളരാൻ അനുവദിക്കാത്തതുപോലെ. അതുപോലെ കർത്തവ്യങ്ങളിന്മേലുള്ള മറവി പ്രശസ്തിയെ, അംഗീകാരത്തെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്ന് രോഗിയുടെ അമ്മ മരിച്ചു. ആ വാർത്ത ഖേദകരം തന്നെ. അപകടം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചതെന്ന് പത്ര റിപ്പോർട്ട്. ഇവിടെ എന്തുകൊണ്ട് ധാരാളം പേർ ആ അപകടം കാണുകയും കണ്ടു നിൽക്കുകയും ചെയ്തു? ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? സാധാരണക്കാരായിക്കോട്ടെ, വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഒരാളിൽ പോലും അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കൂ എന്ന ഒരു വാക്ക് പറയാൻ കഴിയാതെ പോയല്ലോ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ മറവിയാണ്. പലപ്പോഴും ആ മറവി നമുക്ക് ഗുരുതരമാണെന്ന് കാണാം. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ആരും തന്നെ മനുഷ്യത്വമുള്ളവരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്തരം അപകടം നടക്കുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാകാം. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ മനുഷ്യരുണ്ടാകാം. അതിൽ നിന്ന് 2 പേരെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോ 3-മതൊരാളോ 4-മതൊരാളോ ഉണ്ടെന്നുള്ളത് അവർ ഗൗനിച്ചില്ല. അപ്പൊ അവിടെയൊക്കെ കാണുന്നത് മനുഷ്യന്റെ മറവി തന്നെയാണ്. അതുപോലെ ഈ കുറളിലൂടെ അദ്ദേഹം, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ആ കെട്ടിടം 68 വർഷം പഴക്കമുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ 68 വർഷം ഒരു നീണ്ട കാലയളവായിട്ടാണ് കാണുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ മിക്ക രാജ്യങ്ങളിലും എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളും തറവാടുകളും ഒക്കെ നോക്കൂ, 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വീടുകൾ കാണാൻ കഴിയും. എന്തുകൊണ്ട് അത്തരം ഈ 68 വർഷം എന്ന് പറയുന്ന ഈ ഹ്രസ്വ കാലയളവിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മറവിയിലേക്ക് മാറ്റാതെ അത് ശ്രദ്ധയോടെ, കരുതലോടെ അതിൽ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ടെന്ന് ഈ അപകടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കുറളിലേക്ക് പോകാം. കുറളിലൂടെ തിരുവള്ളുവർ പറയുകയാണ്, ഒരു നൃപൻ മറവിയുടെ മാറാപ്പിലൂടെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കരുതെന്നും നാനാവശത്തും നാനാ മേഖലകളിലും ശ്രദ്ധയോടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണമെന്നും ഇതിലൂടെ അദ്ദേഹം നമ്മെ രാജാവിനെ ബോധവാനാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ രാജാവിന് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഏതൊരാൾക്കും ഈ കുറൾ ബാധകവും തന്നെയാണ്. കുറൾ 532. പൊച്ചാപ്പ് കൊല്ലും പുകഴை അറിവിനനയിച്ച നിരപ്പു കൊണ്ടാങ്കു, മറവികെടുപ്പു പുകഴിനെ ജ്ഞാനത്തെ മാറാത്ത ദാരിദ്ര്യം പോലെ. ഓവർ. താങ്ക് യു സർ. Good evening to all. Tirukural, Part 2, Artha, Chapter 54, Non-Forgetting. പൊച്ചാപ്പു കൊല്ലും പുകഴൈ അറിവിനയനിച്ച നിരപ്പു കൊണ്ടാങ്കു, forgetfulness spoils virtue like constant poverty destroys knowledge. Tirukural 532 emphasizes the importance of avoiding forgetfulness
and its detrimental impact on virtue and wisdom. It essentially warns that neglecting good deeds and wisdom will lead to a loss of honor and knowledge, much like neglect can destroy a well-built structure. The verse highlights that unmindfulness can erase the good qualities and achievements gained through diligence and wisdom. It serves as a reminder to remain vigilant and actively cultivate virtue and knowledge, lest they be lost through negligence. കൊച്ചാപ്പു കൊല്ലും പുകഴയി മൊബൈലായിട്ട് അറിവിനായി മൊബൈൽ ആരെന്നറിയില്ല. നിരപ്പ് കൊണ്ടാങ്കു. താങ്ക് യു. ഓവർ സർ. കല്യാണക്കാരുടെ ആവശ്യം. സാറേ അതോടെ കാണാം. 533 பொச்சாப்பார் இல்லை புகழ்மை அது உலகத்து எப்பால் நூலோர்க்கும் அது துணிவு. மறதியால் சோர்ந்து நடப்பவர்க்கு புகழுடன் வாழும் தன்மை இல்லை. அது உலகத்தில் எப்படிப்பட்ட நூலோர்க்கும் ஒப்ப முடிந்த முடிவாகும். അതായത് ഇങ്ങനെ മറന്ന് അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാതെ അതിനെ മറന്ന് നടക്കുന്നവരാണ് പൊച്ചാപ്പർ എന്ന് ഇവിടെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്. ആദ്യത്തെ വാക്ക് പുകഴ്മൈ പൊച്ചാർപ്പ് ഇല്ല. കീർത്തി കർത്തവ്യങ്ങൾ മറന്ന് നടക്കുന്നവർക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല. മറിച്ച് മാത്രമല്ല, ഇനി ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്കാണ് ഉലകത്ത്, ഈ ലോകത്തിൽ എപ്പാർ നൂലോർക്കും, ഏത് നല്ല കൃതികൾ വായിച്ചവർക്കും, മഹിതമായ ഏതൊരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്നവർക്കും അത് അക്കാര്യം സ്ഫുടമാണ്. ഏത് മതത്തിലോ ഏത് രാജ്യത്തിലോ ഏത് ഇതിലെയോ ഗ്രന്ഥങ്ങളെ ഒന്ന്, ജീവിത ഗ്രന്ഥങ്ങളെ ഒന്ന് മറിച്ചു നോക്കണമെങ്കിൽ ഇത് സ്പഷ്ടമായിട്ടും കവി പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകും. അതായത് സ്വന്തം കർത്തവ്യങ്ങളെ മറന്ന് രാജ്യം ഭരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും കീർത്തി ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും, റോമ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ രാജാവ് ആർത്തു ഉല്ലസിച്ച് കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ ചരിത്രം ഇന്നും അത് എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓവർ സർ. താങ്ക് യു സർ. തിരുക്കുറൾ അധികാരം 54, പൊച്ചാവാമൈ, നോൺ ഫോർഗെറ്റിംഗ്. മറവിതൻ മാറാപ്പെടുക്കുവാൻ മാത്രം മറവി പറ്റാറില്ല ഒരാൾക്കും. എല്ലാവർക്കും ഉണ്ട് മറവി. ചിലർ ചിലതൊക്കെ മറക്കാൻ ശ്രമിക്കും. മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാവും. ആകെ കൂടി മറവിയും മറവിയില്ലായ്മയും ഒക്കെ പരസ്പരം കൂടിക്കുഴിയുന്ന ഒരു മിശ്രിതമത്രേ ഒരുവന്റെ മൊത്തത്തിലുള്ള ജീവിതാനുഭവം. മറവി പല വിധത്തിലുണ്ട്. നല്ല മറവിയും ചീത്ത മറവിയുമുണ്ട്. സ്വയം മറക്കലും ബാഹ്യം മറക്കലുമുണ്ട്. നാട് മറന്നാലും മൂട് മറക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. തലമറന്ന് എണ്ണ തയ്ക്കരുത് എന്നൊരു ഉപദേശവുമുണ്ട്. ഇങ്ങനെ മറവിയെക്കുറിച്ചുമുണ്ട് മറക്കാനാവാത്ത പലതും. അമിതമായ കോപം വരുത്തി വയ്ക്കുന്ന വിനയേക്കാൾ കൂടുതൽ ദോഷകരമാണ് മറവി എന്ന് പറയുന്നു. അഹങ്കാരം കൊണ്ടും ചിലത് മറക്കും, അത്യാഹ്ലാദം കൊണ്ടും ചിലത് മറക്കും. അങ്ങനെ ചിലതായി ഒടുവിൽ പലതും മറക്കും. ഒടുവിൽ ജീവിതത്തിൽ വിജയിക്കാനും മറക്കും. മറവിക്കാരന്റെ ഐശ്വര്യം ക്രമേണ ഇല്ലാതാകും. എത്രമാത്രം അറിവുള്ളവനാണെങ്കിലും നിത്യദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുവനാണ് അവനെങ്കിൽ അന്നന്നത്തെ അന്നം തേടിയുള്ള അലച്ചിലും അതുമൂലം സമൂഹത്തിൽ ഉണ്ടാവുന്ന അവഗണനയും കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന മനസ്താപം കൊണ്ട് അവന്റെ അറിവിന് പ്രകാശം കുറയുന്നു എന്ന് തിരുക്കുറൾ പറയുന്നു.
നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ ഉള്ള അറിവും കൂടി മറന്നും പോകുന്നു. അതുപോലെ തന്നെയാണ് പ്രശസ്തിയുടെ കാര്യവും. ആലസ്യവും ഉദാസീനതയും ഒക്കെ കൊണ്ടുള്ള മറവി പ്രശസ്തിയെ കെടുക്കും. വിളക്കിലെ തിരി നീട്ടാൻ മറക്കരുത്. പ്രശസ്തിയുടെ പ്രകാശം നിലനിർത്താൻ കർത്തവ്യങ്ങൾ യഥാസമയം ചെയ്യാനും മറക്കരുതെന്ന് കുറൾ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉത്സാഹമുള്ളവനെ തേടി മാത്രമേ ഐശ്വര്യം വരൂ. എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽക്കാത്തവരായി ഈ ലോകത്തിൽ ആരും ഉണ്ടാവില്ല. പലരും അതൊക്കെ മറക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചിലതുണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിൽ. എന്തൊക്കെ മറക്കണം? നെറ്റ്വർക്ക് പ്രോബ്ലം തോന്നുന്നു, കേൾക്കുന്നില്ല. അവിടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സാറേ. ഇത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം എന്ന്. ശരിയാണ്. വിശാലമായ അർത്ഥത്തിൽ ആരും ഒന്നും മറക്കുന്നില്ല. മറന്നു എന്ന് പറയുന്നത് വെറുതെയാണ്, വെറും ഒരു ഭംഗിവാക്ക് മാത്രം. അനുഭവങ്ങളുടെ അടുക്കാണ് ജീവിതം എന്ന് പറയാം. ഒന്നിനുമേൽ ഒന്നായി അടുക്കി വയ്ക്കപ്പെട്ട ഇഷ്ടികകളിൽ ഇടയ്ക്ക് നിന്ന് ചിലത് വലിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാകും? അതിന്റെ ഘടന തന്നെ തെറ്റും. അതുപോലെയാണ് അനുഭവങ്ങളിൽ ചിലത് മറക്കുക, ചിലത് ഓർമ്മിക്കുക എന്നൊക്കെ പറയുന്നതും. ഒട്ടും പ്രായോഗികമല്ല അങ്ങനെ ഒരു വേർതിരിവ്. പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് പഴയത് മറക്കാം എന്ന് വെച്ചാലോ? മനഃശാസ്ത്രപരമായി അതും എളുപ്പമല്ല. മറവിക്കാരെ കീർത്തി അനുഗ്രഹിക്കുകയില്ല. കർത്തവ്യങ്ങൾ യഥാസമയം വിജയകരമായി നിർവഹിക്കുന്നതിലൂടെയാണല്ലോ കീർത്തി പരക്കുന്നത്. അതിലുള്ള മറവി അവരെയും വിസ്മൃതിയിൽ തള്ളുന്നു. അതുകൊണ്ട് ഒന്നും മറക്കാതിരിക്കുക. പൊച്ചാപ്പാർക്കു ഇല്ലൈ പുകഴ്മൈ അത് ഉലകത്തു എപ്പാൽ നൂലോർക്കും തുണിവ്. മറവിയുള്ളോർക്കില്ല കീർത്തിയെന്നോതുന്നു മഹിതമാം ഗ്രന്ഥങ്ങൾ ഉലകിൽ. താങ്ക് യു സർ. Thank you, ma'am. Sacred verse 533. To the oblivious no excellence. It is approvable to any scripture writer of the world. To the oblivious, one who forgets important things, no excellence is possible. There is nothing comparable to this forgetfulness in its detrimental effect. Thiruvalluvar argues that an individual who is habitually oblivious or forgetful cannot achieve any true excellence or virtue in life, whether it is in their profession, personal conduct, moral standing, or spiritual growth. The inability to retain and apply what is necessary will always be a stumbling block. The Quran emphasizes that there is simply nothing worse or more debilitating than this kind of mental negligence, as it prevents any kind of genuine progress or achievement. It is a fundamental flaw that undermines all other potential strengths. An empty head is an open house for the devil. This proverb captures the essence of Quran 533. An empty head here signifies a mind that is oblivious, forgetful, or lack retention of important things, knowledge, principles, duties. Just as an open house invites undesirable elements, an oblivious mind leaves one vulnerable to mistakes, moral failings, and the inability to cultivate any true excellence. It suggests that a mind not actively engaged in remembering and applying good principles will inevitably fall prey to negative consequences, preventing any form of lasting achievement or virtue. Forgetting is good for nothing,
There is nothing that can be compared to it in its detrimental effect. Thank you. ഇത് 534 വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ കർത്തവ്യങ്ങൾ മറന്നു പോകുന്നവർക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. അച്ചമുടിയാർ അരണില്ലൈ ആങ്കില്ലൈ പൊച്ചാപ്പൊടിയാർക്ക് നങ്ക്. വളരെ ലഘുവായിട്ട് പറയണം. ഉള്ളത്തിൽ അച്ചമുടയവർക്ക് പുറത്തിലെ അരഞ്ഞിരുந்துം பயனில்லை, അതുപോലെ മറതിയുടയവർക്ക് നല്ല നില വായിച്ചും பயனில்லை. അതായത് ഭീരുക്കൾക്ക് കാട്, മലകൾ എന്നിവ അടങ്ങിയ കോട്ടയാൽ ഫലമില്ല, അവർക്ക് മനസ്സിൽ ഭയമാണ്. ആങ്ക് അതുപോലെ പൊച്ചാപ്പുടയാർക്ക് മറവിക്കാർക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നാലും അതുകൊണ്ട് ഫലമില്ല. വളരെ ലഘുവായിട്ട് കവി പറഞ്ഞു നിർത്തുന്നുണ്ട്. ഓക്കെ, ഓവർ. തിരുക്കുറൾ ഭാഗം 2 ഒച്ചാമി. നോൺ ഫർഗെറ്റിംഗ് അർത്ഥപ്രകരണം രാജധർമ്മം. കുറൾ 534 ചാപ്റ്റർ 54. അച്ചം ഉടയാർക്ക് അരുണില്ലൈ ആങ്കില്ലൈ പൊച്ചാപ്പുടയാർക്ക് നൻകു. ഭീരുവിനു കോട്ടയാൽ എന്തേ ഗുണം മറവിയേറുവോർക്കെവിടെ ഐശ്വര്യം. ഭീരുവിനേതുമേ ഫലമില്ല പ്രാകാരം അതുപോലെ സമ്പത്തും ഫലപ്രദമാകില്ല. എന്ന് വെച്ചാൽ ഭീരുത്വം ബലമുള്ള കോട്ടയുണ്ടായിരുന്നാലും ഭീരുവിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നതല്ല. അതുപോലെ മടിയന് സമ്പത്തുണ്ടെങ്കിലും സാഫല്യമില്ല. സമ്പത്ത് കുന്നുപോലെയുണ്ട്, പക്ഷെ എന്താണ് ഫലം? എന്നാൽ അത് കയ്യിലുള്ളവൻ അലസനായാലോ എന്തു ഫലം? ആലസ്യമുള്ള സമ്പത്ത് തന്നെ കെടുത്തും. ഐശ്വര്യദായക ജീവിതം നയിക്കേണ്ട ഒരുവൻ അലസനായാലോ അവിടെ മൂദേവി വന്ന് അവന്റെ ഐശ്വര്യത്തെ കെടുത്തും. ഭീരുവിന് ശക്തിയും ബലവുമുള്ള ഒരു കോട്ടയോ സൈന്യമോ ഉണ്ടായിട്ട് എന്ത് ഫലം? ശാസ്ത്രങ്ങൾ പോലും പറയുന്നത് അങ്ങനെ. എന്താണ്? ആലസ്യം പിടിപെട്ടവർക്ക് കീർത്തിയും മറ്റെല്ലാ ഐശ്വര്യങ്ങളും നശിക്കും എന്നാണ് പറയുന്നത്. മടിയൻ അലസത എന്നത് ഒരുവന്റെ എല്ലാ ഗുണഗണങ്ങളെയും നശിപ്പിക്കുന്നത് ഒരു തിന്മ തന്നെയാണ്. അലസതയാണെങ്കിൽ ഒരു രോഗം പോലെയാണ്. അത് പിടിപെടാതെ ഊർജ്ജസ്വലരാവും എന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യവും അതുപോലെ പ്രശസ്തിയും കൈവരിക്കാനുള്ള മാർഗം. പ്രസിദ്ധമായ ലോകശാസ്ത്രങ്ങൾ വരെ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴഞ്ചൊല്ലുണ്ട്. എന്ന് വെച്ചാൽ മടിയൻ എത്ര തന്നെ ധനമുണ്ടായാലും അവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. അവൻ കഷ്ടപ്പെടേണ്ടി വരും, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരും. ധനം സമ്പത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് മല ചുമക്കുന്നത് എന്ന്. മലയമൻ മല ചുമക്കും. ഉത്സാഹമുള്ളവർ അത്താഴമുണ്ണാമെന്നൊരു ചൊല്ലുണ്ടല്ലോ. നമുക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ഉത്സാഹമുള്ളവർ സമ്പത്ത് ഉണ്ടാകും. അവർക്കൊന്നുമില്ലെങ്കിലും സമ്പത്ത് കൈവരും. സുഖിച്ച് ജീവിക്കാം. സുഖിച്ച് ഉണ്ണാം എന്ന് വെച്ചാൽ സുഖിച്ച് ജീവിക്കാം എന്നുള്ള അർത്ഥമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ മടിയെപ്പറ്റിയും കൂടെയാണ് ഈ കുറൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. താങ്ക് യു. അച്ചം ഉടയാർ കരണില്ലൈ ആങ്കില്ലൈ പൊച്ചാപ്പുടയാർക്ക് നൻകു. ഭീരുവിനു കോട്ടയാൽ എന്തേ ഗുണം മറവി ഏറുവോർക്ക് എവിടെ ഐശ്വര്യം. മറവിയില്ലാതെ നമ്മുടെ സമ്പത്ത് മുഴുവൻ സൂക്ഷിച്ചു വെക്കുക. താങ്ക് യു. സാറേ ഇംഗ്ലീഷിലെല്ലാം ആരായിരുന്നു ഞാൻ നോക്കിയില്ല. ഓവർ ഓക്കെ വായിച്ചില്ല. ആരാണെന്ന്. No benefit for the cover by security to absent-minded progress is futile. മതി പേടാ, അത്രയും പറഞ്ഞ അർത്ഥം. അടുത്തത്
535. Thank you, sir. Thank you. നസീം മേഡം പറയണോ? Kural 535 emphasizes the critical importance of practical understanding. മാഡം ആയില്ല, സമയമായില്ല മാം. ഞാൻ Sorry. മലയാളം പറഞ്ഞില്ല. മലയാളം പറയട്ടെ. തുടങ്ങിയതേ ഉള്ളൂ. 534 535 സർ. 535. ഓക്കെ, അതന്നെ. 300 காவாது இழுக்கியான் தன்பிழை பின்னூறு இறங்கி விடும். வரும் இடையூறுகளை முன்னே அறிந்து காக்காமல் மறந்து சோர்ந்தவன் பின்பு அவை வந்துற்ற போது தன் பிழையை நினைந்து இறங்குவான். അതായത് 300 കാവാതെ വന്ന് അനുഭവിക്കാതെ സൂക്ഷിക്കേണ്ടിയിരുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് കാവാതെ സൂക്ഷിക്കാതെ ഇഴുക്കിയാൻ ഉദാസീനതയാൽ മറക്കുന്നവൻ പിന്നീട് അത് സംഭവിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ തന്റെ വീഴ്ചകൾ ഓർത്ത് ഇറങ്ങിവിടും, ദുഃഖിക്കേണ്ടി വരും. വരാനിരിക്കുന്ന വിഭസന്ധികളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിവിധി കരുതി വയ്ക്കുവാൻ മറക്കുന്നവൻ ആ വീഴ്ചകൾ കാരണം പിന്നീട് സംഭവിക്കുന്ന വിനകളെ ചൊല്ലി ആഴത്തിൽ ദുഃഖിക്കേണ്ടതായി വരും. ഓവർ. ഇനി അടുത്തത് ആരാണ്? സാറേ, ഞാനാണ്. മലയാളം പറയുന്നത് ഞാനാ. 535 തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം രാജധർമ്മം. വിഷയം എന്ന് പറയുന്നത് പൊച്ചാവാമൈ, മറവിയില്ലായ്മ. കുറൾ 535. മുന്നിറക്കാവാത് ഇഴുക്കിയാൻ തൻപിഴை പിന്നൂറ് ഇരങ്കി വിടും. മുൻകൂട്ടി കാക്കാൻ മറന്നോൻ പിഴകളിൽ പിന്നീട് ഉരുകി തപിക്കും. മുന്നേ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വീക്ഷണവും ഉണ്ടാകേണ്ടതിൻ്റെയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതിൻ്റെയും ആവശ്യകതയാണ് രാജാവിനോട് ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നത്. പെട്ടെന്ന് ആപത്തുകൾ സംഭവിക്കും. അവിടെ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ ഗണിക്കാൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന വിഭത്സന്ധികളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിവിധി കരുതി വയ്ക്കാൻ മറക്കുന്നവൻ ആ മറവി കാരണം പിന്നീട് സംഭവിക്കുന്ന വിനകളെ ചൊല്ലി ആഴത്തിൽ ദുഃഖിക്കേണ്ടതായി വരുന്നുവെന്ന് സാരം. ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന നാശം എന്താണെന്ന് മനസ്സിലാക്കി അത് മുൻകൂട്ടി കാണാതെ പുത്രസ്നേഹവും യുദ്ധ കാരണത്തിനുള്ള വിഷയത്തിൽ കാണിച്ച ഉദാസീനതയും ധൃതരാഷ്ട്രരെ അന്യദുഃഖം കാണാത്ത, സഹോദര സ്നേഹമില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത ഒരു കഥാപാത്രമായി മഹാഭാരതം അവതരിപ്പിക്കുന്നു. ഇനിയിപ്പോ ഏറ്റവും പുതിയൊരു കാര്യത്തിലേക്ക് എടുത്താൽ തന്നെ, മെയ് 7, 2025 പുലർച്ചെ 1:05 1:30 ഇടയ്ക്ക് മാഞ്ഞുപോയ സിന്ദൂരങ്ങൾക്ക് വേണ്ടി കണക്ക് ചോദിച്ച് ഇന്ത്യ. ലക്ഷ്യം പിഴയ്ക്കാതെ ഇന്ത്യൻ ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ. മുൻകൂട്ടിയുള്ള കരുതലോടെയുള്ള ആസൂത്രണമാണ് വലിയ ലാഭത്തിനെ ഒഴിവാക്കി രാജ്യസമാധാനത്തിനും അതിന് വിഘാതമുണ്ടാക്കുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ കര, വ്യോമ, നാവിക സേന തെളിയിച്ചിരിക്കുന്നുവെന്ന് കാണാം. ഇവിടെ കരുതലോടെ ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങൾ ഇനിയും തുടരാതിരിക്കുന്നതിനടുത്ത മുൻകരുതലുകളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ വിജയമെന്ന് പറയുമ്പോൾ ഇതുതന്നെയാണ് തിരുവള്ളുവർ രാജാക്കന്മാരോട് അന്ന് പറഞ്ഞതും. കാര്യങ്ങൾ മുൻകൂട്ടി കാണുക. അങ്ങനെ മുൻകൂട്ടി കാണാൻ മറന്നതിന്റെ നഷ്ടം ഇന്ത്യ അനുഭവിച്ചു. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
ഇന്ത്യ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതാണ് ഓപ്പറേഷൻ സിന്ദൂർ. വന്നു ഭവിക്കാതെ സൂക്ഷിക്കേണ്ടിയിരുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് ഉദാസീനതയിൽ മറക്കുന്നവൻ പിന്നീട് അത് സംഭവിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ തന്റെ വീഴ്ചകൾ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഈ ഖുറൽ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഖുറൽ 535 മുന്നറക്കാവാതു ഇഴുക്കിയാൻ തൻപിഴൈ പിന്നൂറ് ഇരങ്കി വിടും. മുൻകൂട്ടി കാക്കാൻ മറന്നോൻ പിഴകളിൽ പിന്നീട് ഉരുകി തപിക്കും. ഓവർ. താങ്ക് യു സർ. താങ്ക് യു മാം. നസീമ. Thank you, ma'am. Thank you. One who has forgotten to know mistake in advance and escape from it will repent later. And this refers to the practical realities of life, human nature, societal norms, trends, and the general ebb and flow of worldly affairs, etc. It is about understanding people and their motivations and their complexities of situations and how things actually work rather than how they should ideally work. And also does not understand by seeing and experiencing. This implies a lack of observation, practical insight, and empathy. The protective care it offers. This highlights that even if the wisdom or advice is given with good intentions and a desire to help or protect, its efficacy is compromised without worldly understanding. And then the core message is that wisdom is not static or purely theoretical. For it to be truly beneficial, it must be dynamic, informed by reality, and capable of adapting to the practicalities of the world. A person who possesses great knowledge but lacks a grasp of human behavior, social dynamics, or the current context will find their insight falling flat. Then, in summary, Qural 535 serves as a potent reminder that wisdom is not merely about accumulating knowledge, but about the art of applying that knowledge effectively within the complex tapestry of the real world. Without this practical worldly understanding, even the most profound wisdom risks becoming irrelevant and ineffectual. Thank you, ma'am. Out to you. താങ്ക് യു. നായനാർ സർ. നായനാർ സർ. ഓക്കെ. 536 இழுக்காமை யார்மாட்டும் என்றும் வழுக்காமை வாயின் அது ஒப்பது இல். யாரிடத்திலும் எக்காலத்திலும் மறந்தும் சோர்ந்திருக்காத தன்மை தவறாமல் പൊരുന്നിരിക്കുമാனால் அதற்கு ഒപ്പാന നന്മ വേറൊന്നുമില്ല. അതായത് രാജാവിന് ഇഴുക്കാമയും മറവിയില്ലായ്ക എന്ന ഗുണം യാർമാട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരായി താൻ ഇടവേണ്ടവരായി ഉള്ള മറ്റു ജനങ്ങളിൽ എന്തും ഏതു കാലത്തും പഴുക്കാമൈ വ്യതിചലിച്ച് പോകാതെ വായിൻ ഉണ്ടായിരിക്കുന്ന പക്ഷം അത് അതിന് ഒപ്പത് തുല്യമായ നന്മ ഇല്ല, വേറെയില്ല. രാജാവിന് മറവിയില്ലായ്ക എന്ന ഗുണം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരായി താൻ ഇടപെടേണ്ടവരായി ഉള്ള മറ്റു ജനങ്ങളിൽ ഏതു കാലത്തും വ്യതിചലിച്ചു പോകാതെ ഉണ്ടായിരിക്കുന്ന പക്ഷം അതിന് തുല്യമായ നന്മ വേറെയില്ല. ഒരു ഉദാഹരണത്തിന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ പ്രശസ്തമായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അതിന്റെ സുഹൃത്തൊരിക്കൽ അത്താഴ വിരുന്നിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു. അത്താഴമൊക്കെ കഴിഞ്ഞിട്ടും
ഇവര് വർത്തമാനം പറഞ്ഞിരുന്നതല്ലാതെ ഐൻസ്റ്റീൻ അയാളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല. പക്ഷെ സുഹൃത്തിന് പറഞ്ഞു, എന്നിട്ട് ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തു, നേരം വളരെ വൈകിപ്പോയല്ലോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഐൻസ്റ്റൈൻ അതിന് മറുപടിയായിട്ട് പറയുന്നത്, അതെ നേരം വളരെ വൈകിപ്പോയി, നിങ്ങൾ പോകുന്നില്ലേ എന്ന് എവിടെയാണോ അദ്ദേഹം വന്നത് ആ ആതിഥേയനോട് ചോദിക്കുക, നിങ്ങൾ പോകുന്നില്ലേ എന്ന്. അതായത് അതേ പരിസരം മറന്ന്, അദ്ദേഹം വന്ന സാഹചര്യം മറന്ന്, എത്ര ബുദ്ധിമാനാണെങ്കിൽ ആയിരുന്നിട്ട് പോലും അദ്ദേഹം മറന്നുപോയി എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ സംഭവം. ഓവർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ അധികാരം 54 പൊച്ചാവാമൈ നോൺ ഫോർഗെറ്റിംഗ്. കുറൽ 536. ഇഴുക്കാമൈ യാർമാട്ടും എൻറും വഴുക്കാമൈ വായിൻ അത് ഒപ്പതു ഇൽ മറവി അത് ആരിലും ഒരു പോതുമില്ല എങ്കിൽ അതിനൊത്ത നന്മ വേറില്ല. ചില പ്രകൃതക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പിറവി ദോഷം. ചിലർ ജന്മഗുണം എന്ന് പറയും. അത്ര തന്നെ പ്രധാനമാണ് മറവി ദോഷവും. നിർദോഷവും ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്തതുമായ ചില മറവികളുണ്ട്. അവ ഇവിടെ പ്രസക്തമല്ല. ഒരിക്കൽ സരോജിനി നായിഡു ഗാന്ധിജിയോട് ചോദിച്ചു അത്രേ, ബാപ്പുജി, ദൈവം ദരിദ്രന്റെ മുമ്പിൽ റൊട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന മഹത് വാക്യം ആരുടേതാണ്? ഗാന്ധിജി പറഞ്ഞു, അറിയില്ല. എന്നാൽ ഇത് അങ്ങ് പറഞ്ഞ വാക്യമാണ് എന്നായി സരോജിനി. എങ്കിൽ ഞാനത് മറന്നു എന്നായി ഗാന്ധി. അതുപോലെ മഹർഷി, നീ എന്റെ വരവറിയാതെ ആരൊരാളെയാണോ വിചാരിച്ചുകൊണ്ടിരുന്നത് അവൻ മറന്നു പോകട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കാരണം അത്രേ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ മറക്കാനിടയായത്. സമൃദ്ധിയുടെ കാലത്ത് ഓർക്കുന്നതും പതനകാലത്ത് മറക്കുന്നതും മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. മറവിയില്ലാത്തവന് ശ്രദ്ധയുണ്ടാവും. ഓർക്കുക, ഒരു രാജാവിന് വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്നത്രേ ശ്രദ്ധ. ശ്രദ്ധയുള്ളവന് വിജയമുണ്ടാകും. ജീവിതത്തിൽ വിജയിക്കാൻ ഒന്നും മറക്കാതിരിക്കുക എന്ന് ഖുറൽ ഓർമ്മിപ്പിക്കുന്നു. ഖുറൽ താങ്ക് യു മാം. ആരാ 536 ഇംഗ്ലീഷ്? ഉലയണ്ണൻ സാറാണ്. ഉലയണ്ണൻ സാർ ഉണ്ടോ? ഉലയണ്ണൻ സാർ ഉണ്ടോ? എന്താ സാർ? ഇത് കാണുന്നുണ്ട്. ഇല്ല, ഉലഹന്നൻ സാർ ഇല്ല. റോയ് സാറോ? റോയ് സാർ ഉണ്ട്. റോയ് സാർ ഉണ്ടല്ലോ. റോയ് സാറിന്റെ ആണോ ഇത്? ഉലഹന്നൻ സാറിന്റെ ആണ്. ഓ ഇല്ല, ടീച്ചർ വായിച്ചു വിട്ടേക്കാമോ? There is nothing equal to the level that no one are never even unaware by forgetting. 537. அரிய என்று ஆகாத இல்லை பொச்சாவா கருவியால் போற்றி செய்யும். மறவாமை என்னும் கருவி கொண்டு கடமைகளை பூர்த்தி செய்தால் செய்வதற்கு அறிவை என்று ஒருவனால் முடியாத செயல்கள் இல்லை. അതായത് ഈ മറവി ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ട് ഒന്നും ഇല്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. അരിയ എന്ന് ഇത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് ആകാതെ ഒരുവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. പൊച്ചാവ മറവിയില്ലാത്ത കരുവിയാൽ, അത് ഒരു ഉപകരണമായിട്ട് അല്ലെങ്കിൽ ഉപാധിയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ മനസ്സ് എന്ന ഉപാധിയാൽ കരുതലോടെ ചെയ്യുന്ന പക്ഷം എല്ലാം സാധ്യം തന്നെ. മറവിയില്ലായ്മ, അതായത്
നിതാന്തമായ ജാഗ്രത ഉള്ള മനസ്സാകുന്ന ഉപകരണത്തെ മുൻനിർത്തി ഓരോന്നും ശ്രദ്ധയോടെ നിർവഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യം ഒന്നുമില്ല. എല്ലാ രംഗത്തും അവൻ വിജയം വരിക്കും. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം ടീച്ചർ 2. ഓ ടീച്ചർ ഞാൻ വന്നു. കേൾക്കുന്നുണ്ടോ ഞാൻ വായിക്കുന്നത്? ആണ് കേൾക്കുന്നുണ്ടോ സാറേ? ഉണ്ട് മാം. കേൾക്കുന്നുണ്ട്. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 54 പൊച്ചാവാമൈ മറവിയില്ലായ്മ ബന്ധു സമ്പർക്കം. കുറൾ 537 അരിയ എൻറു ആകാത ഇല്ലൈ പൊച്ചാവ കരുവിയാൽ പോറ്റി ചെയ്യിൻ. അരുതാത്തതൊന്നില്ല മറവിയില്ലായ്മയാം കരുവിയാൽ കാത്തങ്ങു ചെയ്താൽ. നിതാന്തമായ ജാഗ്രതയുള്ള മനസ്സാകുന്ന ഉപകരണത്തെ മുൻനിർത്തി ഓരോന്നും ശ്രദ്ധയോടെ നിർവഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യം എന്നൊന്നില്ല. എല്ലാ രംഗത്തും അവൻ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഈ വിജയിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരം ജാഗ്രതയോടുകൂടി അവരവരുടെ മേഖലകളിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അവരെല്ലാം പ്രശസ്തരായിട്ടും എന്ന് നമ്മുടെ ഓർമ്മകളിലും ഉള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജി, അബ്രഹാം ലിങ്കൺ തുടങ്ങിയവർ. അതുപോലെ നമുക്ക് സാധിക്കുന്ന കാര്യം കാര്യമല്ല എന്നൊന്നില്ല. ഒരുവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല. മറവിയില്ലാത്ത മനസ്സെന്ന മാർഗത്തിലൂടെ കരുതലോട് പ്രവൃത്തി ചെയ്യുന്ന പക്ഷം എല്ലാം സാധ്യം തന്നെ. താൻ വിചാരിച്ച കാര്യം സാധിക്കണമെന്ന വരിയിൽ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും പുനർചിന്തയുണ്ടാകണം. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി മനസ്സ് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേക കാര്യങ്ങളിലെ കണക്കുകൂട്ടലുകൾ ഫലം കാണുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിലൂടെ വിജയത്തിലെത്താനും കഴിയുകയുള്ളൂ. നമ്മുടെ കർത്തവ്യങ്ങൾ എങ്ങനെ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം, മറവിയിലേക്ക് പോകാതെ എങ്ങനെ ജാഗ്രതയിലൂടെ വർത്തിക്കണം എന്നുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്ത് നടപടിയും നേരിടാൻ തയ്യാറായി ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി മേധാവി ചുമതല ജൂനിയർ ഡോക്ടറിന് കൈമാറി. പെട്ടെന്ന് നടപടി ഉണ്ടായാലും വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനാണിതെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്താല്ലേ, ഉത്തരവാദിത്വം മറവി കൊണ്ട് പൊതിഞ്ഞു കെട്ടിയില്ല. ഇത് തന്നെയാണ് ഓരോ വകുപ്പിന്റെയും ഓരോ സ്ഥാപനത്തിന്റെയും സാരഥികൾ ശ്രദ്ധിക്കേണ്ടത്. തിരുവള്ളുവർ അന്ന് രാജാക്കന്മാർക്ക്, അതായത് അതാത് സ്ഥലത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുവെങ്കിൽ ഇന്ന് സാധാരണ മനുഷ്യരിലും രാജാക്കന്മാരുണ്ടെന്ന് നമ്മൾ ഇതിലൂടെ കാണുന്നു. അതായത് അവരവരുടെ മേഖലകളിൽ ജാഗ്രതയോടുകൂടി വരാൻ പോകുന്ന ആപത്തുകളെ കണ്ട് അത് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നവരെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് 2025 മെയ് 8 സ്പോർട്സ് കോളത്തിൽ വന്ന ഒരു ന്യൂസ്. അടുത്ത മാസം ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് പുതിയ ക്യാപ്റ്റൻ. 24 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മയെ പുറത്താക്കാൻ സിലക്ടർമാർ ഒരുങ്ങുന്നു എന്ന അഭ്യൂഹം ക്രിക്കറ്റ് ലോകത്ത് ചൂട് പിടിക്കുന്നതിനിടയിൽ രോഹിത് ശർമ്മ സമൂഹ മാധ്യമത്തിൽ ഒരു ഹ്രസ്വമായ കുറിപ്പിൽ ആ വലിയ തീരുമാനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ടീമിന്റെ വെള്ളക്കുപ്പായത്തിൽ ഇനി ഞാനുണ്ടാവില്ല. തന്റെ ക്യാപ്റ്റൻസിക്കും ടീമിലെ സ്ഥാനത്തിനും ഇളക്കം തട്ടിയെന്ന തിരിച്ചറിവ്, ദീർഘദൃഷ്ടി, മറയില്ലാത്ത മനസ്സ് എന്ന ഉപാധിയാൽ കരുതലോടെ എടുത്ത തീരുമാനം ടീം പ്രഖ്യാപനം വരും മുമ്പേ രോഹിതിന് വിരമിക്കൽ പ്രഖ്യാപനം നടത്താൻ സഹായിച്ചു. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് തീർച്ചയായും നിതാന്തമായ ജാഗ്രതയുള്ള ഒരു മനസ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്.
ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നൊന്നില്ല എന്നും ഏത് നടപടിയും നമ്മളെ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ കരുതലോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ മറികടക്കാൻ കഴിയുമെന്നും അതുപോലെ വിജയം വരിക്കുന്നതിന് നിരന്തരമായ പ്രവർത്തനം ആവശ്യമാണെന്നും മനസ്സിലെത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്നും ഈ ഖുറൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഖുറൽ 537. അരിയ എൻറു ആകാതെ ഇല്ലേ കൊച്ചാവ കരുവിയാൽ പോറ്റിച്ചെയ്യിൻ. അരുതാത്തതൊന്നില്ല മറവിയില്ലായ്മയാ കുരുവിയാൽ കാക്കങ്ങു ചെയ്താൽ. ഓവർ. താങ്ക് യു സർ. Tirukkural chapter 54, specifically Kural 537, focuses on the virtue of avoiding envy and jealousy. It emphasizes the true happiness comes from recognizing and appreciating the good in others, rather than being consumed by resentment or discontent at their success or possessions. If work is done with the help of memory machine, nothing is impossible. There is nothing too difficult to be accomplished if a man set about it carefully with unflinching endeavor. That means even in a very difficult situation. The Quran can be interpreted as saying that those who harbor envy towards others will find their own lives to be miserable, as their focus is constantly on what they lack rather than what they have. It advocates for cultivating a spirit of contentment and rejoicing in good fortune of others as a path to be personal well-being and a more harmonious society. The concept of self-respect is also relevant here. A person with self-respect would not be swayed by envy, as they understand that true value comes from within and not from the external comparisons. Thank you. Thank you, sir. ഖുറൽ 538. புகழ்ந்தவை போற்றி செயல் வேண்டும் செய்யாது இழந்தார்க்கு எழுமையும் என். சான்றோர் புகழ்ந்து சொல்லிய செயல்களை போற்றி செய்ய வேண்டும். அவ்வாறு செய்யாமல் மறந்து சொன்னவർക്ക് எழுபிறப்பലും നന്മയില്ലേ. ഇനി ഇതുവരെ ഇങ്ങനെ മറവി ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞു. ഇല്ലാതെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി അവസാനം കുറച്ചുകൂടി സൂപ്പർലേറ്റീവായിട്ട് കവി പറയുകയാണ്. അതായത് ഇങ്ങനെ പുകഴ്ந்து പോറ്റി செயல் வேண்டும் ചെയ്യാത്തവർക്ക് എഴുമയും ഇൽ. നീതിശാസ്ത്രങ്ങളിലും മറ്റും ഇവ അരസന്മാർക്ക് പ്രശസ്തി നൽകുന്നതാണ് എന്ന് വാഴ്ത്തി പറയപ്പെട്ട കാര്യങ്ങളെ പോറ്റി കണ്ടറിഞ്ഞ് ഉത്സാഹിച്ച് செயல் வேண்டும் ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാതെ ഇടന്താർക്ക് ആലസ്യത്തിന്റെ മറവിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവർക്ക് ഈ ജന്മത്തിൽ മാത്രമല്ല ഇനി വരുന്ന 7 ജന്മത്തിലും പുണ്യമില്ല അല്ലെങ്കിൽ നന്മ ഉണ്ടാകില്ല എന്ന് വളരെ കർശനമായിട്ട് ഒരു താക്കീത് കൊടുക്കുകയാണ് കവി. ഓവർ. തിരുക്കുറൾ പാർട്ട് 2 പൊച്ചാൻ അധികാരം 534 ചാപ്റ്റർ 54 അർത്ഥപ്രകരണം രാജധർമ്മം. പുകഴ്ന്തവൈ പോറ്റിച്ചെയൽ വേണ്ടു ചെയ്യാതു ഇഴന്താർക്കു എഴുമയും. ശ്രേഷ്ഠമാം മാർഗത്തിലല്ലാതെ ജീവിക്കും അലസന്നു ജന്മങ്ങൾ 7 തിന്മയാം. പുകഴുറ്റതേ ഓർത്തു ചെയ്യുക ചെയ്യാത്തോർക്ക് 7 ജന്മവും നന്മയില്ല. എന്ന് വെച്ചാൽ ഉത്തമമായ മാർഗത്തിൽ കൂടിയല്ലാതെ പ്രവർത്തിക്കുന്ന ഏത് പ്രവൃത്തിക്കും നാം അനുഭവിക്കേണ്ടി വരും. ഈ ജന്മത്തിലല്ല 7 ജന്മം
നാം കഷ്ടപ്പെടേണ്ടി വരും. അതിന്റെ തിന്മ, അതിന്റെ ഫലം നാം അനുഭവിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരുമെന്ന് ചൊല്ലുണ്ടല്ലോ. അതുപോലെ നാം ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ അത് നമ്മൾ ഈ ഒരു ജന്മമല്ല 7 ജന്മം നമ്മെ പിന്തുടരും എന്നാണ് പറയുന്നത്. ജന്മാന്തര സുഹൃതം ലഭിക്കണമെങ്കിൽ നാം നല്ല പ്രവൃത്തികൾ ചെയ്യണം. നന്മ മാർഗത്തിലൂടെ, ഉത്തമ മാർഗത്തിലൂടെ മാത്രം പ്രവർത്തിക്കുക. ഒരു പ്രവൃത്തി ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ ചെയ്യരുത്. വഴിതെറ്റിയാൽ പിഴ അനുഭവിക്കേണ്ടി വരും. നാം ചെയ്യുന്ന തെറ്റിന് ശിക്ഷ ഉറപ്പ്. പിഴ കൂടാതെ പിഴവില്ലാത്ത സന്മാർഗത്തിലൂടെ പ്രവൃത്തികൾ ചെയ്താൽ നന്മയാകും ഫലം. നല്ലത് ചെയ്താൽ നന്മ കിട്ടും. ഇല്ലെങ്കിലോ തിന്മയുടെ വിഷക്കായം കുടിച്ച് മരണമടയാം എന്ന് സാരം. നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത്, തിന്മ ചെയ്യുന്നവർക്ക് തിന്മ. അങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നാം ഈ ജന്മത്തിലും പല ജന്മത്തിലും 7 ജന്മത്തിലും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. താങ്ക് യു. ഓവർ. നസീമ. Thank you. Duties prescribed by scriptures should be performed duly. Those forget it will have no progress in 7 births. A common interpretation of Quran 538 is the friendship of one who knows what is right and is free from covetousness is a great blessing. But for others, it is worse than fire. However, it refers to duties prescribed by scriptures and no program in 7 births. This suggests you might be referring to a different Quran or a very specific interpretation or translation of Quran 538 that emphasizes the consequences of the neglecting duty. Let us assume for a moment that the core idea you are interested in is the severe repercussions of failing to fulfill one's prescribed duties as indicated by no program in 7 births. Then also, while Quran 538 itself focuses on the dangers of bad company or friendship from those who are not righteous, the concept of long-term karmic consequences for neglecting duty is a strong theme in many ancient Indian scriptures, including the Tirukural as a whole. In Quran 538 as in others also. If we are to interpret no program in 7 births as a consequence of neglecting duties as hinted in your prompt, then we can discuss this concept generally as it aligns with broader dharmic principles also. The idea that neglecting one's prescribed duties, that means dharma, can lead to negative consequences, potentially affecting future births, is a fundamental tenet in many dharmic traditions. For example, Hinduism, Buddhism, Jainism, etc. This is not necessarily a direct punishment, but rather a natural unfolding of karma, where actions create ripples that affect one's future experience also. The 7 births concept signifies a prolonged period of difficulty. That means lack of progress or an inability to achieve one's goals and true potential across multiple lifetimes. Then also it implies a karmic debt that needs to be worked off. We can summarize that the core message is underlying. If we interpret it through the lens of your prompt, is that dharma means righteous duty is not merely a set of rules, but a foundational principle for a
well-ordered life, both individually and collectively. Also, neglecting these duties creates karmic imbalances that can impede one's progress and well-being over multiple lifetimes, making it difficult to achieve one's true potential or fulfill one's purpose effectively. Having no program for advancement or flourishing. It is important to note that the Tirukural is a secular work of ethics, then also, but it draws heavily on ancient Indian wisdom traditions, which often intertwine ethical conduct with karmic principles, while Kural 538 specifically warns against the dangers of unrighteous friendship. The broader context of the Kural emphasizes the profound and long-lasting consequences of action, both good and bad. Thank you, ma'am. Over to you. നായനാർ സർ, നായനാർ സാറേ. 539 இகழ்ச்சியின் கெட்டாரை உள்ளுக தாம் தம் மகிழ்ச்சியின் மைந்துறும் பொழுது. தாம் தம் மகிழ்ச்சியாக இருக்கு கொண்டு கடமையை மறந்திருக்கும் போது அவ்வாறு சோர்ந்திருந்த காரணத்தால் முற்காலத்தில் அழிந்தவரை நினைக்க வேண்டும். அரசன் தம் மகிழ்ச்சியின் തന്റെ സന്തോഷ ആധിക്യങ്ങളിൽ താൻ മതിമറക്കുന്ന സമയത്ത് മുൻകാലത്ത് അത്തരം അമിത സന്തോഷങ്ങളിൽ മതിമറന്ന് അധവദിച്ച് പോയവരെ വിചാരിക്കുക ഒരു പാഠം എന്ന നിലയ്ക്ക്. എങ്കിൽ വീണ്ടും ആ മറവി തന്നെ ആക്രമിക്കാതെ ഇരിക്കും എന്ന് കവി പറയുന്നു. ഓവർ. താങ്ക് യു സർ. കുറൽ 539. ഇകഴ്ചീറ് കെട്ടാരൈ ഉള്ളു കഥാന്തം മകിഴ്ചയിൻ മൈന്തൂറും പൊഴുതു. മറവിയാൽ കെട്ടോരെ ഓർക്കുക താൻ മതിമറന്നുല്ലസിക്കുമ്പോൾ. സാധാരണ മറവിയേക്കാൾ കഠിനമാണ് മതിമറക്കൽ. അതായത് തന്നെത്താൻ മറക്കൽ. അവനവൻ ആരാണെന്നും സ്വന്തം കഴിവ് എത്രയുണ്ടെന്നും താൻ വിചാരിച്ചാൽ സാധിക്കാവുന്നത് എത്രത്തോളമാണെന്നും ഒക്കെ മറന്നിട്ട് സ്വയം അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥ. വെളുത്തേടൻ തലയ്ക്ക് വെച്ചിരുന്ന നീളത്തിൽ വേണ ഖഗുദ്രുമൻ എന്ന കുറുക്കന് തോന്നി തനിക്ക് പറ്റിയ അബദ്ധം പുറത്തറിയിക്കാതെ രാജാവായി വാഴാമെന്ന്. അങ്ങനെ അവൻ മൃഗരാജാവായി വാണു. പക്ഷെ ജന്മവാസന മറക്കുമോ? ദൂരെ കാട്ടിൽ മറ്റു കുറുക്കന്മാർ ഓരിയിടുന്നത് കേട്ടപ്പോൾ അവനും മതിമറന്ന് ഓരിയിടാൻ തുടങ്ങി. കള്ളി വെളിച്ചത്തായതോടെ കഥയും കഴിഞ്ഞു. കുറുക്കന് ഏത് കാലത്താണ് സിംഹമാവാൻ കഴിയുക? പ്രകൃതിയിൽ അങ്ങനെയും ചില സത്യങ്ങളുണ്ട്. മതിമറക്കുന്നവർ അത് മറക്കരുത്. മറവിയില്ലാതെ നിതാന്ത ജാഗ്രതയോടുകൂടി മനസ്സാകുന്ന ഉപകരണം ശ്രദ്ധാപൂർവം വിനിയോഗിച്ച് ഓരോന്നും സൂക്ഷ്മമായി ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പരാജയഭീതി എന്നൊന്ന് അവനെ തീണ്ടുകയില്ല. ഏത് രംഗത്തും അവൻ നിഷ്പ്രയാസം വിജയിക്കുക തന്നെ ചെയ്യും. മഹാജ്ഞാനികൾ നീതിശാസ്ത്രങ്ങളും മറ്റും പുകഴ്ത്തി പറയുന്ന സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. മറ്റുള്ളവർ നിഷ്ഠയോടെ അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉദാസീനതയാലും മറവിയാലും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരക്കാർക്ക് വരുന്ന 7 ജന്മത്തിലും പുണ്യമില്ല എന്നാണ് വള്ളുവരുടെ പക്ഷം. കയ്യിൽ വന്ന ജന്മം സത്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുക തന്നെ വേണം. അതിനുള്ള അവസരങ്ങൾ സ്വയം നിഷേധിക്കുന്നത് തന്നെ വലിയ പാപമാണെന്ന് ഖുറൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിമിഷത്തെ മറവി 7 ജന്മങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതായും കാണാം. ഖുറൽ 539. ഇകഴ്ചീറ് കെട്ടാരൈ ഉള്ളു കഥാന്തം മകിഴ്ചയിൻ മൈന്തൂറും പൊഴുതു. മറവിയാൽ കെട്ടോരെ ഓർക്കുക താൻ താൻ മതിമറന്നുല്ലസിക്കുമ്പോൾ. താങ്ക് യു. റോയ് സാർ അല്ലേ പറഞ്ഞോളാവൂ? ഓക്കെ പറഞ്ഞോളാവൂ. യെസ് സർ.
Qural 539 says, if one knows the truth of the speech of men and has no desire for anything, such one's life is like pure gold. The Qural emphasizes the importance of truthfulness and detachment from worldly desire for a life of purity and value, like gold. It suggests that understanding the true nature of speech, coupled with the lack of desire, leads to a life of integrity and worth. While sitting lazy in delight and oblivion, think of these perished on forgetfulness. Thank you. Qural 540. உள்ளியது எய்தல் எழுது மண் மற்றுத்தான் உள்ளியது உள்ளத்தரின். ஒருவன் எண்ணியதை விடாமல் எண்ணி சோர்வில்லாமல் இருக்க பெற்றால் அவன் கருதியதை அடைதல் எளிதாகும். അരസന് താൻ വിചാരിച്ച കാര്യം ഉള്ളിയത് താൻ വിചാരിച്ച കാര്യം എയ്തൽ അതേപടി സാധിക്കുക എന്നത് എഴുതുമൻ തീർത്തും എളുപ്പമാണ്. മറ്റും വീണ്ടും വീണ്ടും താൻ ഉള്ളിയത് വിചാരിച്ചതെന്തോ അതിനെ തന്നെ ഉള്ളത്തരിൽ സദാ വിചാരിച്ച് നല്ലപോലെ മനസ്സ് വെച്ച് ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എന്തു കാര്യവും സാധിക്കാൻ എളുപ്പമാകും എന്ന് കവി പറയുന്നുണ്ട്. ഇത് വന്നിട്ട് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഒരു പ്രശസ്ത നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, കൊയ്ല എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം തന്നെയാണ് എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിച്ച് സ്വപ്നം കാണുന്നുവോ അത് തന്നെ ഭവിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിക്ക് നോവലിൽ പറയുന്നുണ്ട്. അത് ഇവിടെ ഓർമ്മ വരും. ഓക്കെ, ഓവർ. ഖുറൽ 540, ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ഖുറൽ. ഉള്ളിയത് എയ്തൽ എളുതുമൻ മറ്റുന്താൻ. ഉള്ളിയത് ഉള്ള പിറപ്പിൻ എണ്ണിയത് നേടാൻ എളുപ്പമാം അത് തന്നെ എണ്ണി എണ്ണി ശ്രമം ചെയ്യുവിൽ. ഒരു കടമ പൂർത്തിയാക്കുന്നതിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചാൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നിനച്ച കാര്യം എപ്പോഴും ഓർത്ത് യത്നം നടത്തുവിൽ. നിശ്ചയം നിറവേറാത്തതൊന്നുമേ ഇല്ല ഭൂമിയാൽ. കൺക്ലൂഷൻ. ഒരു ജോലിയെ കുറിച്ചും ഒരിക്കലും അമിത തൃപ്തനാവുകയോ ആരെയും പരിഹസിക്കുകയോ ചെയ്യരുത്. കടമയിൽ അചഞ്ചലമായി പിന്തുടരുന്നതിനേക്കാൾ നല്ലത് മറ്റൊന്നുമില്ല. നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ അസാധ്യമായത് ഒന്നുമുണ്ടാവില്ല. ഉദാസീനമായ മനസ്സോടെ ചെയ്യപ്പെട്ട പ്രവൃത്തികൾ ഉത്സാഹത്തോടെ ചെയ്യുക. അടുത്ത ജന്മങ്ങളിലല്ല, ഇപ്പോൾ തന്നെ അതിന് പ്രയോജനമുണ്ടാകും. പരിഹാസപൂർവം പ്രവൃത്തികൾ ചെയ്യരുത്. നിങ്ങളുടെ ശക്തിയുടെ മഹത്വത്തിൽ നിങ്ങൾ അമിത തൃപ്തരാകുമ്പോഴും പരിഹാസവും അശ്രദ്ധയും കാരണം നശിച്ചവരെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് നേടുന്നത് എളുപ്പമാണ്. ചുരുക്കത്തിൽ എളിമയാണ് പരമപ്രധാനം. ബൈബിളിലും വേദപുസ്തകത്തിൽ ബൈബിളിലും മറ്റു മതഗ്രന്ഥങ്ങളിലുമെല്ലാം ഇത്തരം സന്ദേശം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന്
തിരുവള്ളവർ നൽകിയ ഈ നല്ല സന്ദേശം രാജാവിനും ഒപ്പം മറ്റെല്ലാവർക്കും, അല്ലെങ്കിൽ അധികാരിക്കും മറ്റെല്ലാവർക്കും ഇത് പ്രയോജനപ്രദമാണ്. നമുക്ക് ആവതും വണ്ണം അതിനായി യത്നിക്കാം. ദൈവം അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മനോഹരമായ പരിപാടിയിൽ പങ്കുചേർന്ന ഇതിൻ്റെ മൊഴിമാറ്റം നടത്തിയവരെയും ഇതിൽ പങ്കെടുക്കാൻ വന്നവരെയും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇത് കേൾക്കുന്ന, യൂട്യൂബ് കേൾക്കുന്ന എല്ലാവരെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഓവർ. Thank you, sir. Sacred verse 540. If constantly think of completing a duty, that will be easily gained. Quran 540 acts as a powerful concluding statement to the chapter on non-forgetting. It emphasizes that consistent and unwavering focus on a goal or duty is the key to its successful completion. It is not enough to simply think about doing something. One must maintain a resolute and steadfast mind, being firm in purpose. This firmness implies not forgetting the goal, not getting distracted, and continuously working towards it. If you constantly keep your duty or objective at the forefront of your mind, remaining unwavering in your commitment, then its achievement becomes almost inevitable. The Quran essentially links the non-forgetting of one's purpose directly to its fulfillment. See a proverb: where there is a will, there is a way. This proverb perfectly captures the essence of Quran 540. Where there is a will refers to the firmness of purpose and the constant thinking of completing a duty. If that strong will and continuous focus are present, then there is a way the goal will attain. Just as the Quran states that whatever is thought of will be obtained. It highlights the power of determination and sustained focus over potential obstacles. Whatever a person thinks of to achieve, they will obtain if those who think are firm in their purpose. Okay, here is a short conclusion for chapter 54, non-forgetting. Powerfully underscores the absolute necessity of memory and mindful retention for a purposeful and successful life. The chapter culminates by emphasizing that sustained, unwavering focus on one's goals and responsibilities, a direct consequence of not forgetting them, is the ultimate path to achieving whatever one sets out to do. It is a call to conscious awareness and diligent recall in every fact of existence. A poem, The Mind's True Keep. In memory's garden, a treasure lies, not fleeting thoughts, nor whispered sighs, but lessons learned and duties clear. A constant watch, dispelling fear, forgetting's fog, a silent thief, steals excellence, brings endless grief, more dark than rage, and dim the day. But hold thy purpose firm and bright. Let wisdom's flame burn ever light. For what the mind holds fast and true,
the world shall yield and see it through. Thank you, sir. I have studied Sangam Kritikal in world history. I didn't even dream about this type of a great work. I am participating in this great work. Thank you, Sabu sir and Nayanar sir, for this opportunity, and thank you everybody here. Thank you. Thank you all. ആവശ്യമുണ്ടോ? Thank you, especially Sab sir. Thank you, ma'am. Thank you. Thank you, sir. Thank you, all of വ- you. Thank you all. ഷെയറിങ് കളയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഒരു മിനിറ്റ്. ഇന്ന് വളരെ നന്നായിരുന്നു. എല്ലാവരും നല്ല നല്ല ഭാവൻസ് ഒക്കെ പറഞ്ഞു. ഓമന മാഡത്തിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു എംപ്റ്റി ഹെഡ് ഈസ് ഫുൾ ഓഫ് ഡെവിൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഇത്. അതുപോലെ ശ്രീകുമാരി അമ്മ പറഞ്ഞതുപോലെ ഉത്സാഹം ഉള്ളവർക്ക് അത്താഴം ഉണ്ണാം. എത്ര ഭംഗിയായിട്ട് പറഞ്ഞു, മറവില്ലാതിരുന്നത്. അതുപോലെ ഷീല മാഡത്തിന്റെ ആ സിന്ദൂർ ഓപ്പറേഷന്റെ കുറിച്ചുള്ളതും, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മാഡം എപ്പോഴും എന്താ പറയുക സമകാല പിന്നെ സംഭവങ്ങളാണ് എടുത്ത് കാണിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് ഉഷ മാഡത്തിന്റെ പിറവി ദോഷവും മറവി ദോഷവും ഇങ്ങനത്തെ വളരെ സന്ദർഭോചിതമായിരുന്നു. അവസാനം ഓമനം മാഡം പറഞ്ഞു വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ ടു ഫുൾഫിൽ ഇറ്റ്. അതും നന്നായി. പിന്നെ അടുത്ത ആഴ്ചത്തെ ചാപ്റ്റർ 55 ചെങ്കോന്മൈ സത്ഭരണം എന്ന് പറയുന്നതാണ്. ജനക്ഷേമകരവും നീതിനിഷ്ഠവുമായ സദ്ഭരണമാണ് ഏത് രാജാവിന്റെയും ലക്ഷ്യം. അങ്ങും ഇങ്ങും ചായാതെ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ചെങ്കോലാണ് അതിന്റെ പ്രതീകം. അതിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഓക്കെ, ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി നമസ്കാരം. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you, all of you. Thank you. ഈ ഷെയർ ചെയ്യാനുള്ള അറിവ് വളരെ കുറവായതുകൊണ്ട് ഒരു ടെൻഷനും അവസാനം അത് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പിന്നെ അത് തിരുത്താൻ അറിയത്തില്ല. അതൊന്നുമില്ല. അത് രണ്ടോണം അവിടെ ഇത് വരുമ്പോ ഇപ്പം ഇതായില്ലേ, സംഘക്രമം പഠിച്ചിട്ട്. നമുക്ക് പിരിയാം അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു, സർ. Good night. Good night.